മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോഴിക്കോട് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ലെന്ന് പരാതി. ക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച 20 പവനോളം സ്വർണം കാണാനില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. തട്ടിപ്പ് മറച്ചുവെക്കാൻ സ്വർണം തിരിച്ചെത്തിച്ച് ഒത്തുതീർപ്പാക്കാൻ CPMന്റെ നേതൃത്വത്തിലുള്ള മലബാർ ദേവസ്വം ബോർഡും ക്ഷേത്രം ട്രസ്റ്റി ബോർഡും ശ്രമിക്കുന്നതായും ആരോപണമുയരുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉത്തര കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രമായ ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലും സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ലെന്ന് പരാതി. ക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച 20 പവനോളം സ്വർണം കാണാനില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. 2016 ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റ വിനോദൻ 8 വർഷത്തെ സേവനത്തിനു ശേഷം മറ്റൊരു ക്ഷേത്രത്തിലേക്ക് മാറിയിരുന്നു. എന്നാൽ പകരം വന്ന എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ക്ഷേത്രത്തിലെ സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള ഉരുപ്പടികളുടെയും മറ്റ് കണക്കുകൾ ഇയാൾ നൽകിയിരുന്നില്ല. മലബാർ ദേവസ്വം ബോർഡിനോട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. 20 മാസത്തിന് ശേഷമാണ് എക്സിക്യൂട്ടീവ് ഓഫീസറായ വിനോദനെ സ്വർണവും വെള്ളിയും സൂക്ഷിച്ച ലോക്കറിന്റെയും മുറിയുടെയും താക്കോലുമായി വിളിച്ചു വരുത്തുന്നത്. അപ്പോഴാണ് സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടപ്പെട്ട വിവരം പുറത്തുവരുന്നത്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇതിൻ്റെ ഈ സ്വർണ്ണാഭരണത്തിൻ്റെ ഒക്കെ കസ്റ്റോഡിയൻ. അയാളെ കൈവശയും താക്കോല് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിന്നെ മാറി വരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറണം. ഭക്തന്മാർ കാണിക്കയായിട്ട് ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് നേർച്ച കൊണ്ടുവരുന്നതാണ്. ഇത് ഒരു ഭക്തൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. ഒരു ഭക്തൻ്റെ ആ സാധനം മണ്ണാലിടുമ്പം പുറമെ എടുത്തിട്ട് ഓരോന്നും ഇവിടുത്തെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. അവസാനം നോക്കുമ്പോൾ 3 or 4 കവറിൽ സാധനമില്ല, കവറില്ല. അന്ന് പേരാണ് ഇതെങ്ങനെ എവിടെ സാറേ ഈ കാണുന്നില്ലല്ലോ. ഏതൊക്കെയാണ് നോക്കട്ടെ എന്നാണ്. അത് വീട്ടിൽ ഞാൻ കൊണ്ടുത്തരാം, അത് ചിലപ്പോൾ ഒരുമിച്ച് വെച്ചതിൽ എന്തോ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ വെരിഫിക്കേഷൻ വെച്ച് പറഞ്ഞാൽ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നതിന് എങ്കിൽ ഈ സാധനം ഇവിടെ എത്തിച്ചേർന്നത് ആയിക്കോട്ടെ പറഞ്ഞ് പോയി. വിനോദ സാധനം ഇനി വന്നില്ലാലോ ആണെന്ന് അയാൾ പറഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സുഖമല്ലാണ്ട് എന്താ ഛർദിയായിട്ട് അഡ്മിറ്റാണ് എന്നാണ്. സ്വർണം ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാത്തതിന് പിന്നിലും ദുരൂഹതയുണ്ട്. 10 വർഷത്തെ ഇടപാട് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നിരിക്കെ സ്വർണം തിരിച്ചെത്തിച്ച് ഒത്തുതീർപ്പാക്കാൻ CPMന്റെ നേതൃത്വത്തിലുള്ള മലബാർ ദേവസ്വം ബോർഡും ക്ഷേത്രം ട്രസ്റ്റി ബോർഡും ശ്രമിക്കുന്നത് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവരാതിരിക്കാനാണെന്നും ആരോപണമുണ്ട്. സ്വർണം ഉൾപ്പെടെയുള്ള നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും തിരിച്ചെത്തിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ഭക്തരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.